ഇതെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ഈ ദേഷ്യമെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് തിരിച്ചടിക്കാനൊക്കെ തോന്നും. ദേഷ്യം വരുമ്പോൾ തിരിച്ചടിക്കാൻ തോന്നും, തിരിച്ചു പറയണം, അതിലും കടുപ്പത്തിൽ പ്രതികരിക്കണം, ഞാൻ ദുർബലനല്ല എന്ന് തെളിയിക്കണം. ഇതൊക്കെയാണ് ദേഷ്യം പിടിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വരാറുള്ളത്. മനസ്സിലിങ്ങനെ പറയും തിരിച്ചടിക്കണം, അവനോട് ഇതിനേക്കാളും കടുപ്പത്തിൽ പ്രതിരോധിക്കണം എന്നൊക്കെ മനസ്സ് പറയും. പക്ഷേ ആ നിമിഷങ്ങളിൽ ചിന്തിക്കേണ്ടത്, ഞാനിപ്പോൾ പ്രതികരിച്ചാൽ എനിക്കെന്താണ് കിട്ടുന്നത്? എനിക്ക് ഈ പ്രതികരണത്തിൽ നിന്നും അവനോട് തിരിച്ചടിക്കുമ്പോൾ എനിക്കെന്ത് കിട്ടും? കുറഞ്ഞ നിമിഷത്തെ ആശ്വാസമാണ്. പിന്നെ ഒരു കുറ്റബോധം വരും ചെയ്യും. ഒരുപക്ഷെ ബന്ധങ്ങൾ തകർന്നു പോകാം. മാത്രമല്ല ഈ പാപം, ഈ ദേഷ്യം പിടിക്കൽ മുഖാന്തരമുള്ള പാപങ്ങൾ നമുക്ക് കുറ്റങ്ങളായിട്ട് കിട്ടില്ലേ? നമുക്കതിൽ ടെൻഷൻ അടിച്ചുകൊണ്ട് മനസ്സമാധാനം പോകില്ലേ? പക്ഷേ ദേഷ്യത്തെ നിയന്ത്രിച്ചാലോ അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കും, ആത്മാഭിമാനം ഉയരും. മറ്റുള്ളവൻ എന്ത് പ്രതികരിച്ചിട്ടും സ്വന്തം അഭിമാനം കളഞ്ഞില്ല എന്നുള്ള ഒരു ആത്മാഭിമാനം ലഭിക്കില്ലേ? പിന്നീട് കേൾക്കേണ്ടി വരില്ല. ആളുകൾ നമ്മെ ബഹുമാനിക്കും. ഇത്തരത്തിൽ നമ്മൾ ദേഷ്യത്തെ വളരെ കടിഞ്ഞാണോടുകൂടി പിടിച്ചു നിന്നാൽ നേട്ടം മാത്രമേ